ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റും. അവന്റെ സമയമാകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നമ്മുടെ ആകുലതകൾ, നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളാണേലും ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അവൻ അതിൽ നിന്നൊക്കെയും നമ്മളെ പുറത്ത് കൊണ്ടുവരും. അതൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയമായിരിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന സമയമാകുന്നതുകൊണ്ടാണ് നമുക്ക് പല പരാതികളും പല കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ തന്റെ വാക്ക്, അവന്റെ വാഗ്ദത്തം അവൻ നിറവേറുവാൻ അവൻ സർവശക്തനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. നിരാശയുടെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഒഴിവാക്കുക. മനുഷ്യരാണ്, സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ ചിലപ്പോൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പോയാലും നമ്മൾ ചിലപ്പം പറയും, അങ്ങ് ചത്താൽ മതി, അങ്ങ് മരിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങ് നിരാശയുടെ ബാഡ് വേർഡ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ നിരാശ വരുമ്പോൾ, അത്രയ്ക്ക് വേദന വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ദൈവം അതൊന്നും കണക്കിടുകയില്ല. നമുക്കറിയാം, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് പറഞ്ഞു മരിച്ചാ മതിയെന്ന്. മഴമേഘങ്ങളെ അടച്ചവൻ, യോർദാൻ വിഭാഗിച്ചവൻ. മഴ പെയ്യലെന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയില്ല, പെയ്യണമെന്ന് പറഞ്ഞാൽ പെയ്യും. അത്രയ്ക്ക് ശക്തനായ വിശക്തൻ. എന്നാൽ സാഹചര്യങ്ങളെ കണ്ട് പേടിച്ചു. മരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അവിടെ ദൈവം അത് കണക്കാക്കിയോ? ഇല്ല. എന്നാൽ ഏലിയാവാണ് മരണം കാണാതെ എടുക്കപ്പെട്ടത്. അവിടെ ഏലിയാവ് മരിച്ചിട്ടില്ല. ചില സാഹചര്യങ്ങൾ നമ്മൾ പിറുപിറുത്തു പോകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവന്റെ തക്ക സമയങ്ങളിൽ അവൻ നമ്മളെ വിടുവിക്കുവാൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് മോശമായ വാക്കുകൾ പറഞ്ഞിരുന്നാലും അവൻ അതൊന്നും കാര്യമാക്കില്ല. കാരണം നീ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചത്, നിന്റെ ഉള്ളിലെ വേദനയുടെ ആഴം, നിന്റെ ഉള്ളിലെ ആ വേദന എന്തുമാത്രമാണ്, നീ ഏത് പ്രശ്നങ്ങൾ കൂടാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമായി അറിയാവുന്നതാണ് നമ്മുടെ ദൈവത്തിന്. നമ്മൾ മനുഷ്യരോട് പറയുമ്പോഴാണ്, അല്ലെ മനുഷ്യനോട് പറയുമ്പോഴാണ് അതിനെ അവർ തർക്കിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവം തന്റെ സമയമാകുമ്പോൾ തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ശക്തനാണ്. എന്റെ പ്രിയ സഹോദര, സഹോദരി, അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദുഃഖിതരായിരിക്കുന്നെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇനി എന്താകുമെന്ന് ആകുലപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി, ജോലിയില്ലായ്മ, അല്ലെങ്കിൽ പല രീതിയിൽ മനുഷ്യരിലെ പല രീതിയിലുള്ള ആകുലതകളുമായിട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം സമയമാകുമ്പോൾ തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറും. ഒന്ന് മാത്രം ചെയ്താൽ മതി. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക, എപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, മനുഷ്യരോട് നമ്മുടെ വിഷമങ്ങൾ പറയാതിരിക്കുക. നമ്മൾ ആരെങ്കിലും നമ്മുടെ വിഷമങ്ങൾ കേൾക്കും, നമ്മൾ വിചാരിക്കും പോയി പറഞ്ഞാൽ നമുക്ക് സഹായം ലഭിക്കുമെന്ന്. എന്നാൽ തെറ്റാണ്. നമ്മുടെ ഉള്ള സഹായം കൂടെ പോകത്തേ ഉള്ളൂ. നമ്മുടെ സങ്കടങ്ങളോ ദുഃഖങ്ങളോ എല്ലാം പറയുവാൻ ഒരുവനുണ്ട് നമുക്ക്. അവന്റെ സന്നിധിയിൽ നമ്മുടെ ദുഃഖങ്ങളെ, സങ്കടങ്ങളെ അറിയിക്കുക. അവൻ തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറും. അവൻ എത്ര നമ്മൾ മോശപ്പെട്ട ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ മരിച്ചാൽ മതിയെന്നോ നമ്മൾ എന്ത് ബാഡ് വേർഡ്സ് പറഞ്ഞു വിചാരിച്ചു, എന്നാൽ ദൈവം ഒന്നും കണക്കിടാതെ നമ്മളെ അതിൽ നിന്നൊക്കെയും പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ്. വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you in Jesus' name. Amen.